ജീവധാര ജീവമൊഴി കാൽവരിനാഥന്റെ സ്നേഹമൊഴി തിരുനിറത്താൽ ജീവനേകും യേശുനാഥന്റെ ജീവമൊഴി ജീവധാര ജീവധാര ജീവധാര. ഭാരങ്ങളധികം വേണ്ടിനി കാലിരും വാണികളേറ്റവൻ ഭാരങ്ങൾ വഹിച്ചിടും ഞാനും പാദങ്ങൾ വെച്ചിടും നീങ്ങി പോകാത്ത പാറമേ ഏരിക്കായി പിളർന്ന പാറമേ ഏരിക്കായി പിളർന്ന പാറമേ. തീരകളലറുമ്പോ തീരം വിട്ടു ഞാൻ പോകുമ്പോ എൻ പടകിൽ ഞാനേകനാ ആശയത്തെന്നു തോന്നുമ്പോ ചാരത്തുണ്ടെന്നോതുന്ന പ്രിയന്റെ സ്വരം കേൾക്കും ഞാൻ പ്രിയന്റെ സ്വരം കേൾക്കും ഞാൻ പ്രിയന്റെ സ്വരം കേൾക്കും ഞാൻ. ദുഃഖങ്ങളേറുമ്പോ മാനപീഡകളേറുമ്പോ ക്രൂശിൽ പങ്കപ്പടേറ്റതാ യേശു മാത്രമെന്ന ഭയം മാറിൽ ചേർത്തണച്ചിടും ചേറ്റിൽ നിന്നു ഉയർത്തിടും കാതിൽ സാന്ത്വനമോദിടും കാതിൽ സാന്ത്വനമോദിടും. ദേഹം മണ്ണിലുപേക്ഷിച്ചു പ്രാണൻ പ്രിയനിൽ ചേരുമ്പോ ഗോളാന്തരങ്ങൾ താണ്ടിടും യാത്രയിൽ
ആർക്കൂമൽ പായുസിൽ ഭാരങ്ങളധികം വേണ്ടിനി കാരിരുമ്പാണികളേറ്റവൻ ഭാരങ്ങൾ വഹിച്ചിടും. ഞാനെൻ പാദങ്ങൾ വച്ചിടും നീങ്ങിപ്പോകാത്ത പാറമേ, എനിക്കായി പിളർന്ന പാറമേ, എനിക്കായി പിളർന്ന പാറമേ. ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വചനവുമായി ഒരു പ്രാവശ്യം കൂടി നിൽക്കുവാൻ ദൈവം അനുവദിച്ചോർത്ത് ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. യേശുക്രിസ്തുവിൻ്റെ വചനം ജീവനുള്ളതും ചൈതന്യമുള്ളതും ഏത് മനുഷ്യനെയും രൂപാന്തരപ്പെടുത്തുന്നതുമാണെന്ന് നാം അനുഭവിച്ചറിയുന്ന കാലങ്ങളാണ് ഇതെല്ലാം. നമുക്കറിയാം, എബ്രായർക്കെതിരെ ലേഖനം 12-ാം അധ്യായം 2-ാം വാക്യം ആരംഭിക്കുന്നത് വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നതുമായ യേശുവിനെ നോക്കുക എന്ന് ഉദ്ബോധിപ്പിച്ചുകൊണ്ടാണ്. ക്രൈസ്തവ ജീവിതം ഒരു വിശ്വാസ ജീവിതം എന്ന് വിവക്ഷിക്കുന്നുവെങ്കിൽ ഒരു ക്രിസ്ത്യാനി യഥാർത്ഥത്തിൽ ഒരു വിശ്വാസിയായി ജീവിക്കേണ്ടിയിരിക്കുന്നു. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ഈ ഭൂമിയിലേക്കുള്ള ആഗമനത്തിൻ്റെ ഉദ്ദേശം പാപം ചെയ്ത് ദൈവതേജസ്സും സ്വരൂപവും നഷ്ടപ്പെട്ടു പോയ മനുഷ്യനെ വീണ്ടെടുത്തൊരു വിശ്വാസിയാക്കുക എന്നത് മാത്രമായിരുന്നു. എന്നാൽ പിശാചിൻ്റെ ഇംഗിതത്തിന് വഴങ്ങി അനേകർ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വചനം ഉപേക്ഷിച്ച് പിശാചിൻ്റെ വഴിയെ പോവുകയാണ്. ദൈവം വേദനയോടെ ഈ കാര്യങ്ങൾ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. ഒരിക്കൽ വീണ്ടെടുപ്പ് നടന്നതാണ്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ രക്തം മറുബലിയായി ഭൂമിയിൽ കൊടുത്തതാണ്. താൻ വീണ്ടെടുത്ത ഈ ജനം തന്നെ അറിയാതെ, തൻ്റെ വചനത്തെ അറിയാതെ വീണ്ടും പിശാചിന് പുറകെ പോകുന്നു. ഒരു വിജയകരമായ ജീവിതം മനുഷ്യനായി നിന്നുകൊണ്ട് ഈ ഭൂമിയിൽ അനുഷ്ഠിക്കുവാൻ പറ്റുമെന്ന് കർത്താവ് കാണിച്ചു കൊടുത്തതാണ്. അവൻ മനുഷ്യനായി ഈ ഭൂമിയിൽ ജീവിച്ചുകൊണ്ട് പിശാചിനെ കൂട്ടുപിടിക്കാതെ പാപത്തെ ഉപേക്ഷിച്ച് ജീവിക്കാമെന്ന് അവൻ കാണിച്ചു കൊടുത്തതാണ്. അവൻ വീണ്ടെടുത്ത ജനം അവനെ വിട്ട് ഒഴിവായി പോവുകയാണ്. അവൻ വീണ്ടെടുത്തു എങ്കിൽ സഹോദരങ്ങളെ, നാം ഓരോരുത്തരും അവൻ്റെ നിയമം അനുസരിക്കുവാൻ ബാധ്യസ്ഥരാണ്. അവനെ പിന്തുടരുവാൻ ബാധ്യസ്ഥരാണ്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സ്വഭാവം പ്രാപിക്കുവാൻ നാം ബാധ്യസ്ഥരാണ്. എന്നാൽ ഈ കാലത്തിൻ്റെ അവസ്ഥ കണ്ടുകൊണ്ട് വിശ്വാസം എന്നത് എത്രത്തോളം ഉണ്ട് എന്നത് കർത്താവിനൊരു സന്ദേഹം വരികയാണ്. നമുക്ക് വായിച്ചു കേൾക്കാം. ലൂക്കോസിൻ്റെ സുവിശേഷം 18-ാമത്തെ അധ്യായത്തിൻ്റെ 8-ാമത്തെ വാക്യത്തിൻ്റെ 2-ാം ഭാഗം മാത്രം. എന്നാൽ മനുഷ്യപുത്രൻ വരുമ്പോൾ അവൻ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ എന്ന് കർത്താവ് പറഞ്ഞു. ഒരു പട്ടണത്തിലൊരു ജഡ്ജുണ്ടായിരുന്നു. അവന് ദൈവത്തെ ഭയവുമില്ല, മനുഷ്യനെ ശങ്കയുമില്ല എന്ന് നമ്മുടെ വായിക്കുമ്പോൾ മനസ്സിലാക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഞാൻ പറയും, അവനൊരു പ്രാകൃതനായ ജഡ്ജാണെന്ന് പറയും. തൻ്റെ അടുക്കിലേക്ക് വരുന്ന നീതി നിർവഹണത്തിനായി വരുന്ന ഒരു മനുഷ്യനെപ്പോലും അവന് ശങ്കയില്ല, നീതി അവനിൽ നിന്ന് കിട്ടുകയുമില്ല. ഒരു വിധവ അവൻ്റെ മുമ്പിലായി ഒരു അപേക്ഷയുമായി വരികയാണ്. കോടതികളെല്ലാം ന്യായപാലനത്തിന് വേണ്ടി നിയമിക്കപ്പെട്ട സ്ഥലങ്ങളാണിത്. എന്നാൽ അനേകർ തെറ്റിദ്ധരിച്ചിട്ടുണ്ട് കോടതികളെല്ലാം കള്ളന്മാരുടെയും പിടിച്ചുപറിക്കാരുടെയും കേദാരമെന്ന്. അങ്ങനെയല്ല. അനേകം ദൈവവിശ്വാസികളും അതുപോലെ നീതിന്യായ വ്യവസ്ഥയിൽ അഗ്രഗണ്യരുമായവർ ചേർന്ന് വരുന്ന സ്ഥലമാണിത്. അവിടെ ന്യായമാണ് നടത്തി എടുക്കേണ്ടതിന്. അവിടെ അനിർവചനീയമായ തർക്കവിതർക്കങ്ങളോ വാദഗതികളോ ഒന്നുമില്ല. അവിടെയെല്ലാം പ്ലീഡിങ്സ് മാത്രമാണ്. ന്യായമായതുണ്ടെങ്കിൽ കോടതികളിൽ നിന്നെല്ലാം ന്യായമായത് പ്രതീക്ഷിക്കാവുന്നതാണ്. എന്നാൽ ഇവിടെയുള്ള ഈ ജഡ്ജ്, അദ്ദേഹം ഒരു അന്യായം ചെയ്യുന്ന വ്യക്തിയാണ്. അവൻ തികച്ചും ഒരു ന്യായാധിപതിയായിരിക്കുവാനായിട്ടൊരു യോഗ്യതയില്ല. എങ്കിലും അവൻ വിചാരിക്കുകയാണ്, ഈ വിധവ എപ്പോഴെങ്കിലും താൻ ഇറങ്ങുന്ന സമയത്ത് തൻ്റെ മുഖത്തടിച്ചു കഴിഞ്ഞാൽ അത് തനിക്കാണ് കുറച്ചിൽ വരുന്നത്. അതുകൊണ്ട് ഈ വിധവയുടെ സങ്കടം നിവൃത്തി വരുത്തി കൊടുക്കണമെന്ന് ആ അനീതിയുള്ള ന്യായാധിപൻ തീരുമാനിക്കുകയാണ്. അങ്ങനെ വിധവയ്ക്ക് സങ്കട നിവൃത്തി വരുത്തി കിട്ടുകയാണ്. അപ്പോൾ കർത്താവ് പറയുകയാണ്, അനീതിയുള്ള ഈ ന്യായാധിപൻ അപ്രകാരം പ്രവർത്തിക്കുന്നു എങ്കിൽ
നീതിയുള്ള ന്യായാധിപതിയായ കർത്താവ് എത്രമാത്രം നമുക്ക് വേണ്ടി നിലനിൽക്കുന്നു എന്നാണ് ചോദ്യം. നീതിയുള്ള ന്യായാധിപതിയായ കർത്താവ് നമ്മുടെ അപേക്ഷ കേൾക്കാതിരിക്കുമോ? നാം പ്രാപിക്കുന്നതും നാം യാചിക്കുന്നതും എല്ലാം കർത്താവായ യേശുക്രിസ്തു അറിഞ്ഞുകൊണ്ടല്ലേ ഇരിക്കുന്നത്. കർത്താവ് നമ്മുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ച്, നമ്മുടെ യാചനകൾക്കനുസരിച്ച് പ്രാർത്ഥനകൾക്ക് ഉത്തരം തരുന്നുണ്ടല്ലോ. ദൈവത്തിന് സ്തോത്രം. എന്നാൽ വിശ്വാസത്തിലധിഷ്ഠിതമായ ഒരു പ്രാർത്ഥനാ ജീവിതം നമുക്കുണ്ടോ എന്നാണ് നാം ചിന്തിക്കേണ്ടത്. മനുഷ്യന് ഈ കാലങ്ങളിലെല്ലാം പ്രാർത്ഥന ഒരു മറയാക്കുന്നുണ്ടോ എന്ന് സംശയം. കർത്താവായ യേശുക്രിസ്തുവും പിതാവാം ദൈവവും നിലനിൽക്കുന്നത് എൻ്റെ പ്രാർത്ഥനകൾക്കെല്ലാം ഉത്തരം നൽകുവാനാണ്. അതുകൊണ്ട് ഞാൻ എന്ത് യാചിച്ചാലും അത് തരണം എന്ന ഒരു പിടിവാശി മനുഷ്യനുണ്ട്. മനുഷ്യൻ എന്ത് യാചിച്ചാലും കൊടുക്കുവാനായിട്ട് നിൽക്കുന്ന ഒരു ഉപകരണമായിട്ടാണ് കർത്താവായ യേശുക്രിസ്തുവിനെ അനേകർ കാണുന്നത്. എന്തെങ്കിലും യാചിച്ചാൽ ഉടനടി കിട്ടണം. ആത്മീയ ലോകത്തിൻ്റെ കാഴ്ചപ്പാടുകൾ ആ വഴിക്കായി വരികയാണ്. കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നതിൻ്റെ ഉദ്ദേശശുദ്ധിയെ മാറ്റുന്നതാണ് ഈ പ്രാർത്ഥനകളുടെ പിന്നിലുണ്ടോ എന്ന് നാം സംശയിക്കേണ്ടിയിരിക്കുന്നു. നമുക്കറിയാം, ഓട്ടോമേറ്റഡ് ടെല്ലർ മെഷീൻ അഥവാ ATM മെഷീൻ എന്ന് പറയുന്നത്, നമ്മൾ കാർഡിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ പണം നമുക്ക് കിട്ടുകയാണ്. അതുപോലെ തന്നെ നാം എന്തെങ്കിലും ഒരു യാചന സമർപ്പിച്ചു കഴിഞ്ഞാൽ ഉടനടി അതിന് മറുപടി കിട്ടണമെന്ന് ദൈവമക്കൾ ശഠിക്കുകയാണ്. വിശ്വാസിക്ക് ആ ശാഠ്യം പാടില്ല എന്നാണ് പറയുന്നത്. കർത്താവായ യേശുക്രിസ്തു നമ്മെ അറിഞ്ഞവനാണ്. വിശ്വാസത്തിൽ അധിഷ്ഠിതമായ പ്രാർത്ഥനയ്ക്ക് അവൻ ഉത്തരം നൽകുന്നവനായിരിക്കും. നമുക്കറിയാം, അന്ന് ബെത്സേദായിലെ മലഞ്ചെരിവിൽ 5 അപ്പം കൊണ്ട് 5000 പേരെ കർത്താവ് പോഷിപ്പിച്ചു. അവർ തിന്ന് തൃപ്തരായി അവരുടെ ഭവനങ്ങളിലേക്ക് മടങ്ങിപ്പോയി. പിറ്റേ ദിവസം തന്നെ അതേ സമയത്ത് ഈ പുരുഷാരമെല്ലാം അവിടെ വന്നുകൂടി. എന്നാൽ കർത്താവിനെ അവർക്ക് കണ്ടെത്താൻ പറ്റിയില്ല. കർത്താവ് അപ്പോഴേക്കും കഫർന്നഹൂമിലേക്ക് യാത്രയായിരുന്നു. അവിടെ ചെന്ന ജനത്തോട് കർത്താവ് പറഞ്ഞു, നിങ്ങൾ എന്നെ അന്വേഷിച്ച് വന്നതല്ല, അപ്പം തിന്ന് തൃപ്തരായതുകൊണ്ട് മാത്രം വന്നതാണെന്നാണ് പറഞ്ഞത്. ഇന്ന് അപ്പം തിന്ന് തൃപ്തരാകുന്ന ഒരു വിശ്വാസ ജീവിതമാണ് അനേകം ക്രൈസ്തവരിലും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. യഥാർത്ഥമായ വിശ്വാസത്തിൻ്റെ സാങ്കത്യത്തിലേക്ക് കടന്നു വരുവാൻ അനേകർ തയ്യാറാവുന്നില്ല. സഹോദരങ്ങളെ, നാം വായിച്ചു കേട്ടു, മനുഷ്യപുത്രൻ ഭൂമിയിൽ വരുമ്പോൾ വിശ്വാസത്തിൽ ആര് നിലനിൽക്കുമെന്ന്. കഴിഞ്ഞ 2000 വർഷങ്ങളായിട്ട് നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ഒരു ചോദ്യമാണ്. തലമുറകൾ അനുരണനം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യമാണ്. ഞാൻ തിരികെ വരുമ്പോൾ ആര് വിശ്വാസത്തിൽ നിലനിൽക്കുമെന്നുള്ളത്. പ്രാർത്ഥിച്ചു നോക്കി, പലതും കിട്ടി, നല്ലത് തന്നെയാണ്. എന്നാൽ നാം വിശ്വസിക്കുന്നുണ്ടോ? കർത്താവായ യേശുക്രിസ്തു എൻ്റെ ജീവരക്തം ഊറ്റിക്കൊടുത്തിട്ടാണ് മറുവിലയായി കൊടുത്ത് നമ്മെ വീണ്ടെടുത്തു എന്ന് നാം വിശ്വസിക്കുന്നുണ്ടോ? അവൻ തന്നെയാണ് മശിഹ എന്ന് നാം വിശ്വസിക്കുന്നുണ്ടോ? ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു എന്നവൻ പറഞ്ഞത് നാം വിശ്വസിക്കുന്നുണ്ടോ? സാക്ഷാൽ ജീവൻ്റെ അപ്പമാണ് യേശുക്രിസ്തു എന്ന് നാം വിശ്വസിക്കുന്നുണ്ടോ? ഞാൻ മുന്തിരിവള്ളിയും എൻ്റെ പിതാവ് തോട്ടക്കാരനുമാകുന്നു എന്നവൻ പറഞ്ഞത് നാം വിശ്വസിക്കുന്നുണ്ടോ? കർത്താവായ യേശുക്രിസ്തു ഭൂമിയിലേക്ക് രണ്ടാമത് വരുമെന്ന് ആര് വിശ്വസിക്കുന്നു? കർത്താവിനെ ഈ ഭൂമിയിലേക്ക് നൽകുവാൻ തക്കവണ്ണം ദൈവം നമ്മെ സ്നേഹിച്ചതാണ്. സഹോദരങ്ങളെ, തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ഈ ലോകത്തെ അഥവാ നമ്മെ സ്നേഹിച്ചതാണ്. ഒരു കാലത്ത് ദൈവവചനം ഇല്ലാതെ ജീവിച്ച് പ്രാകൃതരായി ജീവിച്ചവരായിരുന്നു അനേകം ക്രൈസ്തവരും. എന്നാൽ ഈ തിരുവചനം കേട്ട് എന്തെന്ന് മനസ്സിലായി വിശ്വാസ ജീവിതത്തിൻ്റെ ആഴങ്ങളിലേക്ക് പോകുവാൻ കെൽപ്പുള്ള ഒരു ചെറിയ ആട്ടിൻകൂട്ടമായി നമ്മളെ പിതാവാം ദൈവം വാർത്തെടുത്തില്ലേ? ഒരു കാലത്ത് നമ്മുടെയെല്ലാം ജീവിതം എന്തായിരുന്നു? അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചവരായിരുന്നില്ലേ? ഈ ലോകത്തിൻ്റെ കാലഗതി അനുസരിച്ച് ജീവിച്ചവരായിരുന്നില്ലേ? അനുസരണക്കേടിൻ്റെ ആത്മാവായ പിശാചിനെ അനുസരിച്ച് നടന്നവരല്ലായിരുന്നോ? ജഡമോഹത്തിൽ നടന്നവരല്ലായിരുന്നോ? കോപപ്രകൃതിയിൽ നടന്നവരല്ലായിരുന്നോ? ഇസ്രായേൽ പൗരതയോട് എന്തെങ്കിലും സംബന്ധമുണ്ടായിരുന്നോ? വിശുദ്ധന്മാരോട് എന്തെങ്കിലും സംസർഗമുണ്ടായിരുന്നോ? ഒന്നുമില്ലായിരുന്നു. വാഗ്ദത്തത്തിൻ്റെ നിയമങ്ങൾക്ക് നാം അന്യരും പരദേശികളുമല്ലായിരുന്നോ? ദേവാലയം ഉള്ളവരായിരുന്നു, എന്നാൽ ദൈവമുണ്ടായിരുന്നോ? സഹോദരങ്ങളെ, നമ്മളെ എവിടെയെന്നാണ് വെട്ടിയെടുത്തത്? വെട്ടിയെടുത്ത പാറയിലേക്കും കുഴിച്ചെടുത്ത കനിഹർപ്പങ്ങളിലേക്കും തിരിഞ്ഞു നോക്കിയാൽ വിശ്വാസത്തിൻ്റെ നായകനായ ക്രിസ്തുവേശുവിൽ നാം വിശ്വസിക്കും. എന്നാൽ ഇവിടെ നിന്ന് നമ്മെ വിളിച്ചെടുത്തു. ദൈവമോ മരിച്ചവരായ ഞങ്ങളെ ക്രിസ്തുവേശുവിൽ അവനോടുകൂടെ ഉയർപ്പിച്ചു എന്ന് എഫേസ്യർക്ക് ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യത്തിലാണത്. ദൈവമോ മരിച്ചവനായി നമ്മളെ ക്രിസ്തുവേശുവിൽ അവനോടുകൂടെ ഉയർപ്പിച്ചു എന്ന്.
എങ്ങനെയാണെന്ന് 2-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യത്തിലുണ്ട്. കൃപയാലല്ലോ വിശ്വാസം മൂലം നിങ്ങൾ രക്ഷിക്കപ്പെട്ടത്. വിശ്വാസത്തിൽ അധിഷ്ഠിതമായ ഒരു ആത്മീയ ജീവിതം നമുക്ക് കൈവന്നതിനാലാണ് നാം രക്ഷ പ്രാപിച്ചത് സഹോദരങ്ങളെ. എന്നാൽ ഇന്നും അനേകമായ ആളുകളിൽ ഉണങ്ങി നിൽക്കുന്ന ഒരു കാര്യമാണ് വിശ്വാസ ജീവിതം എന്നുള്ളത്. വിശ്വാസത്തിൻ്റെ പൂർണ്ണതയിലേക്ക് ക്രൈസ്തവർക്ക് അനേകർക്കും വരാൻ പറ്റുന്നില്ല. അബദ്ധജടിലമായ അനേകം കാര്യങ്ങൾ കൊണ്ട് മനുഷ്യൻ മുന്നോട്ട് പോവുകയാണ്. ഒരു കാലത്ത് നമ്മെ കാട്ടൊലിവിൽ നിന്ന് വെട്ടിയെടുത്ത് നല്ല ഒലിവ് വൃക്ഷത്തിൽ കർത്താവ് ഒട്ടിച്ചു ചേർത്തതാണ്. എന്നാൽ അനേകരിൽ വിശ്വാസം നഷ്ടപ്പെട്ടു പോവുകയാണ്. കർത്താവായ യേശു ക്രിസ്തു അഥവാ ക്രൈസ്റ്റ് സെൻറ്റേഡ് ലൈഫ് എന്നുള്ളത് അനേകർക്ക് മനസ്സിലാകുന്നില്ല. വിശ്വാസത്തിൽ അധിഷ്ഠിതമായ ഒരു ക്രിസ്തീയ ജീവിതമുണ്ട് എന്ന് ആർക്കും മനസ്സിലാകുന്നില്ല. വിശ്വാസത്തെക്കുറിച്ച് പറഞ്ഞു വരുമ്പോൾ അറിയാം, അതിൻ്റെ നിർവചന വാക്യം നമുക്കറിയാം. എബ്രായക്കതി ലേഖനം 11-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യമാണ്. വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമെന്നാണ് എഴുതിയിരിക്കുന്നത്. ഫെയ്ത്ത് ഈസ് ദ അഷ്വറൻസ് വാട്ട് വി ഡു നോട്ട് സീ എന്നാണ്. ഫെയ്ത്ത് ഒരു അഷ്വറൻസാണ്, ഫെയ്ത്ത് ഒരു കോൺഫിഡൻസാണ്. അഷ്വറൻസ് എന്ന് പറഞ്ഞാൽ ദൈവം തരുന്ന ഉറപ്പെന്നാണ്. കോൺഫിഡൻസ് എന്ന് പറഞ്ഞാൽ നാം തനിയെ സൃഷ്ടിച്ചെടുക്കുന്ന ഉറപ്പെന്നാണ്. കഴിഞ്ഞ ഒരു അവസരത്തിലായി നാം അത് ചിന്തിച്ചതാണ്. യേശു മശിഹായാണെന്ന് നാം വിശ്വസിക്കണമെന്നും കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നത് പിതാവാം ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുവാനാണെന്ന് വിശ്വസിക്കണമെന്നും കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നത് നമ്മെ ഓരോരുത്തരെയും തൻ്റെ ആത്മാവ് പകർന്നു കൊടുത്ത് ആത്മാവിലാക്കുവാനാണെന്നും നാം കഴിഞ്ഞ ഒരു അവസരത്തിലായി ചിന്തിച്ചതാണ്. ഇന്ന് നമുക്ക് ചിന്തിക്കുവാനുള്ളത് ദൈവത്തിൻ്റെ അസ്തിത്വത്തെക്കുറിച്ചാണ്. ദൈവം ഉണ്ട് എന്ന ഒരു രൂഢമൂലമായ വിശ്വാസം നമ്മളിൽ വന്നിട്ടുണ്ടോ എന്നാണ്. എബ്രായക്കൃതി ലേഖനം 11-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യം നമുക്ക് ഒന്ന് വായിച്ച് കേൾക്കാം. എന്നാൽ വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുന്നതല്ല. ദൈവത്തിൻ്റെ അടുക്കൽ വരുന്നവൻ ദൈവമുണ്ട് എന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നു എന്നും വിശ്വസിക്കേണ്ടതല്ലോ. ദൈവം ഉണ്ട് എന്നൊരു വിശ്വാസം സഹോദരങ്ങളെ, നമ്മൾ അനേകം പേർക്ക് ആ വിശ്വാസമുണ്ട്. ക്രൈസ്തവ ജീവിതത്തിന് നട്ടെല്ലാണത്. എന്നാൽ പിശാചും അങ്ങനെ വിശ്വസിക്കുന്നുണ്ട്. അതെവിടെയാണ്? യാക്കോബിൻ്റെ ലേഖനം 2-ാം അധ്യായം 19 വായിക്കുമ്പോൾ അറിയാം. പിശാച് ദൈവമുണ്ടെന്നറിയുമ്പോൾ വിറയ്ക്കുകയാണ് ചെയ്യുന്നത്. സഹോദരങ്ങളെ, നമുക്ക് കർത്താവായ യേശു ക്രിസ്തു കൂടെയുണ്ട് എന്നൊരു വിശ്വാസം നമുക്ക് വേണം. നമ്മുടെ പ്രയാസങ്ങളിൽ നമ്മോട് കൂടെ നടക്കുന്നവനാണ് ദൈവം. നമ്മുടെ അരിഷ്ടതകളിൽ നമ്മോടുകൂടെ ഇരിക്കുന്നവനാണ് നമ്മുടെ ദൈവം. നമ്മുടെ പ്രതിസന്ധികളിൽ മേൽ നമുക്കൊപ്പം നടക്കുന്നവനാണ് യേശു ക്രിസ്തു. സഹോദരങ്ങളെ, ഈ ജീവിതമാകുന്ന തണ്ട് വലിച്ച് തളരുമ്പോൾ കർത്താവായ യേശു ക്രിസ്തു നമ്മുടെ പടയിലേക്ക് കയറി വരുന്നവനാണ്. കണ്ണുനീര് കൊണ്ട് കട്ടിലിനെ നനയ്ക്കുന്ന ഒരു ഭക്തൻ്റെ അടുക്കിലേക്ക് ഇറങ്ങി വരുന്ന ദൈവ സ്നേഹമുണ്ട്. തനിയെ തുഴയുന്നവർക്ക്, രോഗത്താൽ വലഞ്ഞവർക്ക്, കടഭാരത്താൽ വലഞ്ഞു പോയവർക്ക്, ഭാരങ്ങളും പ്രയാസങ്ങളും വരുമ്പോൾ, നിത്യജീവിതത്തിലെ ഓരോ വൈഷമ്യങ്ങൾ വരുമ്പോൾ യേശു ക്രിസ്തു സാന്ത്വനമായി കൂടെ വരികയാണ്. യേശു ക്രിസ്തുവിൻ്റെ ആശ്വസിപ്പിക്കുന്ന കരം നമ്മളോട് കൂടെ ഇരിക്കുകയാണ്. സഹോദരങ്ങളെ, ആ ദൈവം ഉണ്ട് എന്നൊരു വിശ്വാസം നമുക്ക് വന്നിട്ടുണ്ടോ? ദാവീദിന് ആ ഉറച്ച വിശ്വാസമുണ്ടായിരുന്നു. ദാവീദ് 139-ാം സങ്കീർത്തനത്തിൽ എഴുതുമ്പോൾ ആ വിശ്വാസം കൃത്യമായിരുന്നു ദാവീദിന്. ദാവീദ് പറയുകയാണ്, ഞാൻ സ്വർഗത്തിൽ കയറിയാൽ നീ എവിടെയുണ്ട്, ഞാൻ പാതാളത്തിൽ എൻ്റെ കിടക്ക വിരിച്ചാൽ നീ എവിടെയുണ്ട്, ഉഷസ്സിൻ്റെ ചിറക് ധരിച്ച് സമുദ്രത്തിൻ്റെ അറ്റത്ത് എന്ന് പാർത്താൽ അവിടെയും നിൻ്റെ കൈ എന്നെ നടത്തുമെന്ന് ദാവീദിൻ്റെ വിശ്വാസമാണത്. കൂരിരിൽ താഴ്വരയിൽ കൂടി നടന്നാലും എനിക്കൊരു അനർത്ഥവും ഭയപ്പെടുവാനില്ല, കാരണം എൻ്റെ വല്ലഭനും ആയ കർത്താവായ യേശു ക്രിസ്തു എൻ്റെ കൂടെയുണ്ട് എന്ന ഒരു വിശ്വാസിയുടെ ഏറ്റവും വലിയ വിശ്വാസമായി മാറേണ്ടിയിരിക്കുന്നു. അന്ന് ഏലാ താഴ്വരയിൽ കേവലം ഒരു 5 കല്ലോ ഒരു കവിണയോ അല്ല ദാവീദിൻ്റെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനമെന്ന് പറയുന്നത്. ദാവീദ് പറഞ്ഞു, ഇസ്രായേൽ നിരകളുടെ സൈന്യങ്ങളുടെ യഹോവയുടെ നാമത്തിലാണ് ഞാൻ നിൻ്റെ നേരെ വരുന്നതെന്ന്. മലനായ ഗോല്യാത്തിനെ നേരിട്ട് അവനെ കീഴ്പ്പെടുത്തുകയായിരുന്നു. ദാവീദിൻ്റെ ഉറച്ച വിശ്വാസമായിരുന്നു. ഒരിക്കൽ അമാലേക്കർ അപഹരിച്ചുകൊണ്ട് മുഴുവൻ പോയി. സിക്ലാഗ് കത്തിച്ചാമ്പലായിപ്പോയി. തൻ്റെ കുഞ്ഞുകുട്ടികളെയും അതുപോലെ മൃഗങ്ങളെയും എല്ലാ സമ്പത്തും ദാവീദിൻ്റെ എല്ലാം അപഹരിക്കപ്പെട്ട് കൊണ്ടുപോയി. എന്നാൽ ദാവീദോ തൻ്റെ ദൈവമായ യഹോവയിൽ ധൈര്യപ്പെട്ടു. തൻ്റെ ദൈവം തൻ്റെ കൂടെയുണ്ട്. ഒരു കാലത്തും എത്ര തരം വൈഷമ്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നാലും എൻ്റെ യേശു ക്രിസ്തു എൻ്റെ കൂടെയുണ്ട്. ഒരുപക്ഷെ മക്കൾക്ക് പ്രയാസങ്ങളുണ്ടാകാം, ഒരുപക്ഷെ കുടുംബത്ത് അസ്വാരസ്യങ്ങളുണ്ടാവാം, ഒരുപക്ഷെ സമൂഹത്തിൽ ചില തിക്ത അനുഭവങ്ങൾ നമുക്കുണ്ടാകാം. എന്ത് വന്നാലും സഹോദരങ്ങളെ, നാം വിശ്വാസ ജീവിതത്തിൽ ഉറയ്ക്കുന്നവരാണെങ്കിൽ
എന്ത് വന്നാലും ഏത് പ്രശ്നം വന്നാലും എൻ്റെ യേശു എൻ്റെ കൂടെയുണ്ട് എന്ന ഒരു വിശ്വാസം നമുക്ക് വരണം സഹോദരങ്ങളെ. നഷ്ടപ്പെട്ടതെല്ലാം ദാവീദ് മടക്കി കൊണ്ടുവന്നു സഹോദരങ്ങളെ. ദൈവത്തിന് സ്തോത്രം. തുള്ളൻ ശേഷിപ്പിച്ചതും വിട്ടിൽ ശേഷിപ്പിച്ചതും വെട്ടുക്കിളി ശേഷിപ്പിച്ചതും പച്ചപ്പുഴു ശേഷിപ്പിച്ചതുമായ ജീവിതം മടക്കിത്തരാമെന്ന് പറയുന്ന ഒരു യേശു ക്രിസ്തു നമ്മുടെ കൂടെയുണ്ട് സഹോദരങ്ങളെ. ഈ വചനം കേട്ടുകൊണ്ടിരിക്കെ തന്നെ നമ്മുടെ ഓരോരുത്തരെയും മുന്നിലേക്ക് ഇറങ്ങി വരുന്ന ജീവനുള്ള ദൈവത്തിൻ്റെ കരം നിങ്ങൾ അനുഭവിച്ചറിയണം. ആ വിശ്വാസത്തിലേക്കാണ് നാം ക്ഷണിക്കുന്നത്. ഒന്ന്, ദൈവം ഉണ്ട് എന്നൊരു വിശ്വാസം, ദ എക്സിസ്റ്റൻസ് ഓഫ് ഗോഡ്, അതിലാണ് നാം വിശ്വസിക്കേണ്ടത്. രണ്ടാമത് നാം വിശ്വസിക്കേണ്ടത് ദൈവത്തിൻ്റെ സ്വഭാവത്തിലുള്ള ഒരു വിശ്വാസം നമുക്ക് വരണം. നമ്മുടെ ദൈവം ആരാണ്? നമ്മുടെ ദൈവം സ്നേഹമാണ്. നമ്മുടെ ദൈവം നീതിമാനാണ്. നമ്മുടെ ദൈവം വിശുദ്ധനാണ്. അവൻ ആദിയില്ലാത്ത ആദിയും അന്തമില്ലാത്ത അന്തവുമാണ്. സകലത്തിൻ്റെയും നിയന്ത്രിതാവും സ്വയംഭൂവുമായവനാണവൻ. അവനെ നിയന്ത്രിക്കുവാൻ എൻ്റെ കാര്യമില്ല. അവൻ സകലത്തും സ്വന്തമായി നിയന്ത്രിക്കുന്നവനാണ്. അതാണ് നമ്മുടെ ദൈവം. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ മേഴ്സിയാണ്, ഗ്രേസാണ്, കമ്പാഷനാണ്, ഫോർഗീവ്നെസ്സാണ്. ദൈവത്തെ വർണ്ണിക്കാൻ നാവുകൾ പോരാ. നമ്മുടെ ദൈവമാരാണ്? ദൈവത്തിൻ്റെ വചനത്തിൽ നമുക്ക് വായിച്ചു കേൾക്കാം. തിമോഥെയോസിന് എഴുതിയ 1-ാമത്തെ ലേഖനം 6-ാം അധ്യായം 15-16 വാക്യങ്ങളിൽ, ധന്യനായ ഏകാധിപതിയും രാജാതിരാജാവും കർത്താതികർത്താവും താൻ മാത്രം അമർത്യതയുള്ളവനും അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനും മനുഷ്യരാരും കാണാത്തവനും കാൺമാൻ കഴിയാത്തവനുമായവൻ തക്ക സമയത്ത് ആ പ്രത്യക്ഷത വരുത്തും. ആരും കാണാത്തവനായിരുന്ന ദൈവമാണ് കാണാൻ കഴിയുന്നവനായി ഈ ഭൂമിയിലേക്ക് അവതരിച്ചത്. ആ ദൈവത്തിൽ നാം വിശ്വസിക്കുന്നുണ്ടോ? നമ്മുടെ മുമ്പാകെ 2000 വർഷങ്ങൾക്ക് മുമ്പ് കന്യകയുടെ ഉദരത്തിൽ ഉരുവായവനായ കർത്താവായ യേശു ക്രിസ്തു, നമുക്ക് വേണ്ടി പാപമാക്കപ്പെട്ട കർത്താവായ യേശു ക്രിസ്തു, പാപമറിയാത്തവനെ നമുക്ക് വേണ്ടി ദൈവത്തിൻ്റെ നീതിയാകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി പാപമാക്കപ്പെട്ടു സഹോദരങ്ങളെ. ആ ദൈവത്തെ നാം അറിയുന്നുണ്ടോ? അവിടെയാണ് ദൈവനീതി എന്നിരിക്കുന്നത്. ആ ദൈവനീതിയിലാണ് നാം വിശ്വസിക്കേണ്ടത്. ഒരു വിശ്വാസി അഥവാ ക്രൈസ്തവൻ വിശ്വസിക്കേണ്ടത് ആ ദൈവത്തിൻ്റെ നീതിയിലാണ്. അവൻ നമുക്ക് വേണ്ടി പാപമാക്കപ്പെട്ടു. അവൻ നമുക്ക് വേണ്ടി പാപമാക്കപ്പെട്ടില്ലായിരുന്നുവെങ്കിൽ നമ്മുടെ അവസ്ഥ എവിടെയോ ആകുമായിരുന്നു. പാപത്തിൽ നാം മരിച്ച് നിത്യനരകത്തിന് അവകാശികളാകുമായിരുന്നു. അതുകൊണ്ട് സഹോദരങ്ങളെ, അവൻ്റെ സ്വഭാവം അതാണ്, പാപം ഏറ്റെടുക്കുവാനുള്ള സ്വഭാവം, ദൈവനീതിയിൽ അധിഷ്ഠിതമായ സ്വഭാവം സഹോദരങ്ങളെ. എന്നാൽ ഈ കാലങ്ങളിലെല്ലാം അനേകർക്ക് ദൈവനീതിയുടെ വിശ്വാസം മനസ്സിലാകുന്നില്ല. വിശ്വാസം അന്വേഷിച്ചു പോകുന്ന അനേകം ക്രൈസ്തവരും ഇടർച്ചക്കല്ലിൽ മേൽത്തട്ടി ഇടറി വീഴുകയാണ്. അവരുടെ മുമ്പിൽ ഈ ലോകം പല ഇടർച്ചക്കല്ലുകളും കൊണ്ടുവയ്ക്കുകയാണ്. വിശ്വാസി അതിലെല്ലാം നോക്കി തട്ടി വീഴുകയാണ്. റോമർക്കെഴുതിയ ലേഖനം 9-ാം അധ്യായത്തിൻ്റെ 30, 31, 32 വാക്യത്തിലൂടെ കടന്നു പോകുമ്പോൾ അറിയാം, വിശ്വാസിക്ക് മുമ്പിലായിരിക്കുന്ന ഇടർച്ചക്കല്ലുകൾ. വിശ്വാസം അന്വേഷിച്ചു പോകുന്ന ഒരു വിശ്വാസി ഈ ലോകത്തിലേക്ക് നോക്കി കഴിയുമ്പോൾ ഇടർച്ചക്കല്ലുകളിൽ തട്ടി ഇടറിപ്പോകുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നു. നാം എന്താണ് ചിന്തിച്ചത്? ഒന്നാമതായി ദൈവം ഉണ്ട് എന്ന് നാം മുന്നമേ വിശ്വസിക്കണം. രണ്ടാമതായി നാം ദൈവത്തിൻ്റെ സ്വഭാവം വിശ്വസിക്കുന്ന ക്യാരക്ടർ ഓഫ് ഗോഡ്. മൂന്നാമതായി നാം വിശ്വസിക്കേണ്ടത് എന്താണ്? ദ എബിലിറ്റി ഓഫ് ക്രൈസ്റ്റ്. നിത്യനായ കർത്താവായ യേശു ക്രിസ്തുവിന് കഴിവുണ്ട് എന്നൊരു വിശ്വാസം നമുക്ക് വേണം. നമുക്ക് വായിച്ചു നോക്കാം. മത്തായിയുടെ സുവിശേഷം 28-ാമത്തെ അധ്യായത്തിൻ്റെ 18-ാമത്തെ വാക്യം. യേശു അടുത്തിയെന്നു, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചുകൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവീൻ. സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നുവെന്ന് കർത്താവായ യേശു ക്രിസ്തു തൻ്റെ വായ് കൊണ്ട് ശിഷ്യന്മാരോട് പറഞ്ഞ കാര്യമാണത്. ദ യൂണിവേഴ്സൽ അതോറിറ്റി എന്നാണ് പറയുന്നത്. ഈ പ്രപഞ്ചത്തിലെ സകല അധികാരവും കർത്താവായ യേശു ക്രിസ്തുവിന് നൽകപ്പെട്ടിരിക്കുകയാണ്. ദ സോവറിൻ പവർ ഓഫ് ഗോഡ് ഈസ് വെസ്റ്റ് വിത്ത് ജീസസ് ക്രൈസ്റ്റ് എന്നാണ് പറയുന്നത്. സകല അധികാരവും കിട്ടിയിരിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവിൽ നാം വിശ്വസിക്കുന്നുണ്ടോ? അത് നാം വിശ്വസിക്കേണ്ടിയിരിക്കുന്നു സഹോദരങ്ങളെ. ഈ അധികാരം അത് സ്വർഗീയമായ ഒരു അധികാരമാണ്. ഈ അധികാരം മനുഷ്യരാരും കൊടുത്ത അധികാരമല്ല, സ്വർഗത്തിൽ നിന്നുള്ള അധികാരമാണ്. സഹോദരങ്ങളെ, സ്വർഗീയ അധികാരം മനുഷ്യന് കൊടുക്കാൻ പറ്റുകയില്ല. അത് സ്വർഗത്തിൽ നിന്ന് നേരിട്ട് പ്രാപിക്കേണ്ടതാണ്. ഏതെങ്കിലും മനുഷ്യന് അധികാരം കൊടുത്തു പറഞ്ഞാൽ ആ അധികാരമൊന്നും സ്വർഗീയമായ അധികാരത്തിൻ്റെ പരിധിയിൽ വരികയില്ല.
യേശു ക്രിസ്തുവിന് കൊടുത്തിരിക്കുന്ന അധികാരം സ്വർഗീയമായ അധികാരമാണ്, കർത്താവിൽ അധിഷ്ഠിതമായ അധികാരം. ലൂക്കോസിൻ്റെ സുവിശേഷം 1:37 വായിക്കുമ്പോൾ നമുക്കറിയാം, ദൂതൻ കന്യക മറിയാവിനോട് പറഞ്ഞു, ദൈവത്തിന് അസാധ്യമായത് ഒന്നുമില്ല എന്ന്. എന്താണ് അർത്ഥം? ദൈവം സകലതും സാധ്യമാക്കി തരുന്നവനാണ്. സകല അധികാരങ്ങളുടെയും കേന്ദ്രമാണ് കർത്താവായ യേശു ക്രിസ്തു എന്നാണ്. യിരെമ്യാ പ്രവചനം 32:17 അതുണ്ട്, ദൈവത്തിന് അസാധ്യമായത് ഒന്നുമില്ല എന്നുള്ളത്. ദൈവം കർത്താവായ യേശു ക്രിസ്തുവിന് പിന്നെയും അധികാരങ്ങൾ കൊടുത്തു. ഒന്ന്, ന്യായവിധിയുടെ അധികാരം കൊടുത്തു, സൗഖ്യമാക്കാനുള്ള അധികാരം കൊടുത്തു, സൃഷ്ടിയുടെ അധികാരം കൊടുത്തു. ഇതെല്ലാം പിന്നീട് കർത്താവായ യേശു ക്രിസ്തുവിന് കൊടുത്ത അധികാരങ്ങളാണ്. അതുകൊണ്ട് നാം യേശു ക്രിസ്തുവിൻ്റെ കഴിവിൽ നാം വിശ്വാസമർപ്പിക്കുന്നവരായിരിക്കണം. യേശു ക്രിസ്തു എന്തിനും പോന്നവനാണ്, എന്തും ചെയ്യുന്നവനാണ്, എന്തും സാധിക്കുന്നവനാണ്, അത് നമ്മുടെ ജീവിതത്തിൽ സാധ്യമാക്കി തരുന്നവനാണ് എന്ന വിശ്വാസത്തിലേക്ക് നമുക്ക് എത്തണം സഹോദരങ്ങളെ. പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞു, ഞാൻ ജീവിക്കുന്നത് യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്താലാണെന്ന് പറഞ്ഞു. ഗലാത്യ ലേഖനം 2:20 വിശ്വസിക്കുന്നവർക്ക് അവൻ തൻ്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ആ വിശ്വാസത്തിൻ്റെ നായകനിലേക്കാണ് നാം നോക്കേണ്ടത്. ആ ദൈവത്തിൻ്റെ വചനത്തിലേക്കാണ് നാം നോക്കേണ്ടത്. വിശ്വാസം എന്ന ഫലത്തെ തരേണ്ടിരുന്ന അവസരത്തിൽ അശുദ്ധന്മാർ മുന്തിരിത്തണ്ടിനെ നശിപ്പിച്ചു കളഞ്ഞു എന്നൊരു വാക്യമുണ്ട്. സഹോദരങ്ങളെ, അതുപോലെ നാം വിശ്വാസത്തിൻ്റെ നായകനായ പൂർത്തി വരുത്തവനായ യേശു ക്രിസ്തുവിലേക്ക് നോക്കണം. എന്താണ് ഈ വിശ്വാസത്തിൻ്റെ നായകനിലേക്ക് നോക്കിയാൽ നമുക്ക് കിട്ടുന്ന ഫലം എന്താണ്? നമുക്ക് കിട്ടുന്ന ഫലമാണ് രക്ഷ എന്നുള്ളത്. അന്ന് പൗലോസും ശീലാസും കാരാഗൃഹത്തിൽ കിടക്കുകയായിരുന്നു. കൈകൾ ബന്ധിച്ചിരിക്കുകയാണ്, കാലുകൾ ബന്ധിച്ചിരിക്കുകയാണ്, ചലിക്കാൻ നിർവാഹമില്ല. എന്നാൽ അവർ വിശ്വാസത്തിൽ അധിഷ്ഠിതമായ ഒരു സ്തോത്രവും സ്തുതിയും അർപ്പിക്കുകയാണ്. കാരണം അവർക്കറിയാം, അവരുടെ പ്രാണപ്രിയനായ യേശു ക്രിസ്തു അവർ യാചിക്കുമ്പോൾ അവരുടെ ഇടയിലേക്ക് ഇറങ്ങി വരുന്നവനാണ്. അവർ യാചിക്കുമ്പോൾ യാചിക്കുന്നത് എന്ത് തന്നെയായാലും നടത്തി കൊടുക്കുവാൻ കഴിവുള്ള എബിലിറ്റിയുള്ള ഒരു ദൈവം അവരുടെ കൂടെയുണ്ട് എന്ന വിശ്വാസത്തിൽ പൗലോസും ശീലാസും ആ ഉറക്കെ സ്തുതിക്കുകയാണ്. കാരാഗൃഹത്തിൻ്റെ വാതിലുകൾ കുലുങ്ങിയാണ് സഹോദരങ്ങളെ. താമ്രവാതിലുകളെല്ലാം തകർക്കപ്പെട്ടു പോവുകയാണ്. ഇരുമ്പോടാമ്പലുകളെല്ലാം കണ്ണിച്ചു പോവുകയാണ്. ആമപ്പൂട്ടുകളെല്ലാം അഴിഞ്ഞു പോവുകയാണ് സഹോദരങ്ങളെ. അതുകൊണ്ട് അത്ഭുതങ്ങളുടെ ഒരു രാത്രി അവിടെ വരികയായിരുന്നു. വിശ്വാസത്തിൻ്റെ പുറത്ത് വരുന്ന അത്ഭുതങ്ങളുടെ ഒരു രാത്രി, വിശ്വാസത്തിൻ്റെ പുറത്ത് വരുന്ന വലിയൊരു അത്ഭുതമാണ് അവിടെ കണ്ടത്. കാരാഗൃഹ പ്രമാണി ചാടി വന്ന് ചോദിക്കുന്നു, യജമാനന്മാരെ, രക്ഷ പ്രാപിപ്പാൻ ഞാൻ എന്ത് ചെയ്യണമെന്നാണ് ചോദ്യം. എന്നാൽ പൗലോസ് പറഞ്ഞു അവരോട്, രക്ഷ പ്രാപിക്കുവാനായിട്ട് കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കുമെന്ന് പറഞ്ഞു. സഹോദരങ്ങളെ, അചഞ്ചലമായ വിശ്വാസത്തിൻ്റെ പുറത്താണ് പൗലോസ് അപ്പോസ്തലൻ അത് പറഞ്ഞതെങ്കിൽ ആ കാരാഗൃഹ പ്രമാണിയും അതേ വിശ്വാസം ഹൃദയത്തിൽ സ്വീകരിക്കുവാൻ സന്നദ്ധനായി. ദൈവത്തിന് സ്തോത്രം. അവൻ്റെ കുടുംബവും രക്ഷപ്പെട്ടു. കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കുമെന്ന്. അതുകൊണ്ട് സഹോദരങ്ങളെ, ആ കാരാഗൃഹ പ്രമാണി വിശ്വസിച്ചതുപോലെ നിത്യനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കഴിവിലും നാം വിശ്വസിക്കേണ്ടിയിരിക്കുന്നു. വിശ്വാസത്താലുള്ള രക്ഷ നാം സ്വായത്തമാക്കേണ്ടിയിരിക്കുന്നു. അതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. ദൈവനാമം മാത്രം മഹത്വപ്പെടട്ടെ. ദൈവത്തിന് സ്തോത്രം.